ഗുഡ് മോർണിംഗ് ടു എവറി വൺ. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു സംഭവമാണ് ചെയ്യാനിരിക്കുകയാണ് എന്നുള്ളത്. എന്താണ് ചെയ്യാനിരിക്കുകയാണ്? ഇപ്പം ഞാൻ ഇങ്ങോട്ട് പറയാണ്, ഉദാഹരണം പറയാണ്, ഞാൻ നിങ്ങളെ കാണാനിരിക്കുകയാണ്, അവൻ ഇവിടെ വരാനിരിക്കുകയാണ്, അവൾ സ്കൂളിൽ പോകാനിരിക്കുകയാണ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാനിരിക്കുകയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുക, എങ്ങനെ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾ പറയാണ്, ഞാൻ നിങ്ങളെ കാണാനിരിക്കുകയാണ്. ഇവിടെ ഞാൻ നിങ്ങളെ കാണാനിരിക്കുകയാണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇരിക്കലാണോ? ഞാനിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്? അല്ലല്ലോ, അല്ല. എന്താണ്, പെട്ടെന്നൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോവുകയാണ് അല്ലേ? പെട്ടെന്നൊരു കാര്യം, ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്നൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അപ്പോഴാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഞാൻ ചെയ്യാനിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ കാണാനിരിക്കുകയാണ്, ഞാൻ കളിക്കാനിരിക്കുകയാണ്. ഹലോ, എവിടെ? അല്ല, ഞാൻ പുറത്ത് പോകാനിരിക്കുകയാണ്, ഞാൻ പുറത്ത് പോകാനിരിക്കുകയാണ്. ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ എന്നും പറയാറുണ്ട് അല്ലേ? പറയാത്തൊരു ദിവസം ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്ന് പറയാം, ചെയ്യാനിരിക്കുകയാണ് എന്ന് ഇംഗ്ലീഷ് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക? ഈസ്, ആം, ആർ. ഇതിൻ്റെ കൂടെ about to. എന്താണ്? about to പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം. ഈസ് എം ആറിൻ്റെ കൂടെ about to ചേർത്തിട്ട് വെർബ് ഫസ്റ്റ് ഫോം ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്തായി? ചെയ്യാനിരിക്കുകയാണ്. about to. അപ്പോൾ ഞാൻ ഉദാഹരണം പറയാണ്, ഞാൻ അവിടെ പോകാനിരിക്കുകയാണ്, ഞാൻ അവിടെ പോകാനിരിക്കുക. എല്ലാവർക്കും അറിയാം ഈസ് എവിടെ ചേർക്കുക? ഒരാളാകുമ്പോൾ നമ്മൾ ഈസ് ചേർക്കും അല്ലേ? സിംഗുലറിൻ്റെ കൂടെ ഈസ്. ഷീ ഈസ്, ഹി ഈസ് അല്ലേ? അരുൺ ഈസ് ആണല്ലോ. അതെ. ആമോ? അതിൻ്റെ കൂടെ ആർക്കറിയാത്തത്? ഐ ആം. ആറോ? പ്ലൂറലിൻ്റെ കൂടെ ദേ ആർ, വി ആർ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് about to അത് ചേർത്തിരിക്കണം, അതാണ് മെയിൻ. അതവിടെ വന്നിരിക്കണം, അത് ഫിക്സ്ഡ് ആണ്. about to എന്താണ്? about to ആണ്. about. നിങ്ങൾ ഇങ്ങനെ വായിക്കരുത്, ഇവിടെ 2 തവണ ടി വന്നല്ലോ, ഇവിടെയും ടി, ഇവിടെ ടി. about to എന്ന് പറയരുത്, about to. ഈ ഒരു ടി ഉണ്ടല്ലോ, നമ്മുടെ ഒന്നാമത്തെ ടി, അത് സൈലന്റ് ആണ്, അത് പറയരുത്. about. അത് കഴിഞ്ഞിട്ട് ടു, about to എന്നാണ്. about to. അത് കഴിഞ്ഞിട്ട് വെർബ് ഫസ്റ്റ് ഫോം ചേർത്ത് കഴിഞ്ഞാൽ ചെയ്യാനിരിക്കുകയാണെന്നായി. ഞാൻ പറയാണ്, ഞാൻ അവിടെ പോകാനിരിക്കുകയാണ്. അപ്പോൾ ആദ്യം വന്നു ഞാൻ, അതിൻ്റെ കൂടെ ആം ചേർത്തു, ഐ ആം. about to എഴുതിയിരിക്കണം, ഐ എം about to. വെർബ് ഫസ്റ്റ് ഫോം പോകുക, എന്താണ്? ഗോ. അപ്പം എന്തായി? ഞാൻ പോകാനിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. സ്ട്രക്ചർ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഈ ഒരു എക്സ്ട്രാ വേർഡ്സ് ഒക്കെ എഴുതുക. ഓക്കെ, അപ്പോൾ എവിടെയാണ് പോകാനിരിക്കുന്നത്? അവിടെ. അവിടെ എന്താ പറയുക? ദെയർ. കണ്ടോ? സെന്റൻസ് ഈസ് കംപ്ലീറ്റഡ്. എന്തായി? ഐ എം അബൌട്ട് ടു ഗോ ദെയർ. ഞാൻ അവിടെ പോകാനിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് എഴുതണം. ഞാൻ അവിടെ പോകാനിരിക്കുകയല്ല എന്ന് പറയണം. ഞാൻ പറയാം, ഒന്നുമില്ല, ഈസ്, ആം, ആറിൻ്റെ കൂടെ ജസ്റ്റ് ഒരു നോട്ട് ചേർത്താൽ മതി. ഈസ് നമ്മൾ എവിടെയാണല്ലോ ആം അല്ലേ, ഇവിടെ നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? നെഗറ്റീവായി. ഐ എം നോട്ട് അബൌട്ട് ടു ഗോ ദെയർ. ഞാൻ അവിടെ പോകാനിരിക്കുകയല്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചോദ്യം ചോദിക്കണം. അങ്ങനെ, അല്ല, ഞാൻ അവിടെ പോകാനിരിക്കുകയാണോ? അവൻ അവിടെ പോകാനിരിക്കുകയാണോ? അല്ല, നിങ്ങളവിടെ പോകാനിരിക്കുകയാണോ എന്ന് ചോദിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? സിമ്പിളാണ്. ഈ ഒരു ഈസൈമാറുണ്ടല്ലോ, ഈസൈമാറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈസൈമാറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ആണോ? ഇവിടെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ എന്താ? ആം. ഇങ്ങനെ. അത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ചേർത്ത് കഴിഞ്ഞാൽ കണ്ടോ? ക്വസ്റ്റ്യനായി, ആം ഐ അബൌട്ട് ടു ഗോ ദെയർ? ആർ യു അബൌട്ട് ടു കം ഹിയർ? നിങ്ങളിവിടെ വരാൻ പോവുകയാണോ? അല്ല, നിങ്ങളിവിടെ വരാനിരിക്കുകയാണോ? പോവുകയല്ല, വരാനിരിക്കുകയാണോ? ചെയ്യാൻ പോകുകയാണ് എന്നുള്ളതാണ് ഗോയിങ് ടു. ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ ഗോയിങ് ടു ചേർത്ത്, ഗോയിങ് ടു. അതാണ് ചെയ്യാൻ പോകുകയാണ്. അത് പ്ലാനിങ്ങോട് കൂടി അല്ലേ? പ്ലാനിങ്ങോട് കൂടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുകയാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഗോയിങ് ടു ഉപയോഗിക്കുക. ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. ഇവിടെ എന്താണ്? ചെയ്യാനിരിക്കുകയാണ്. പോവുകയാണെന്നല്ല, മലയാളത്തിൽ പോവുകയാണ് ആകുമ്പോൾ ഗോയിങ് ടു. ഇരിക്കുകയാണ്, ചെയ്യാനിരിക്കുകയാണെന്നാകുമ്പോൾ അബൌട്ട് ടു ചേർക്കുക. ഇനിയിപ്പോൾ ഇതിന് പകരം നിങ്ങൾ അത് പറഞ്ഞു, വിഷയമല്ല, അതും കുഴപ്പമില്ല, നമുക്ക് അതും പറയാവുന്നതാണ്. ഓക്കെ, അതൊന്നൊരു വിഷയമല്ല. ഇനി അടുത്തത്, ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ സെൻറ്റൻസ് ആണ്, എനിക്കറിയാം നീ ഇവിടെ വരാനിരിക്കുകയാണെന്ന്. എനിക്കറിയാം നീ ഇവിടെ വരാനിരിക്കുകയാണെന്നുള്ളത്. എനിക്കറിയാം നീ എന്നെ കാണാനിരിക്കുകയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്കറിയാം, എനിക്കെന്താ പറയുക? എനിക്കറിയാം, ഐ നോ. ഐ
KNOW, ഐ നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. അവൾക്കറിയാം എന്ന് പറയാം, അവൾക്കറിയാം. ഷീ നോ എന്നല്ല, ഷീ നോസ്. കാരണം ഷീ സിംഗുലർ അല്ലേ, സിംഗുലർ ആയതുകൊണ്ട് നമ്മുടെ വെർബ് ഫസ്റ്റിൻ്റെ കൂടെ എന്ത് ചേർക്കണം? SES ചേർക്കണം. ചേർക്കണം SES. ഷീ നോസ്, അവൾക്കറിയാം. ഹി നോസ്, അവൻക്കറിയാം. യു നോ, നിങ്ങൾക്കറിയാം. ഐ നോ യു, എനിക്ക് നിങ്ങളറിയാം. ഓക്കെ, യു നോ മീ, നിങ്ങൾക്ക് എന്നറിയാം. അപ്പോൾ ആദ്യം നമുക്ക് എനിക്കറിയാമെന്ന് എഴുതാം അല്ലേ, ഐ നോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു സ്ട്രക്ചറിലേക്ക് കടക്കാം. നീ ഇവിടെ വരാനിരിക്കുകയാണെന്ന്, എനിക്കറിയാം നീ ഇവിടെ വരാനിരിക്കുകയാണെന്ന്. അപ്പം യുവിൻ്റെ കൂടെ എന്താണ്? ആർ. യു ആർ. എബൌട്ട് ടു ചേർത്തിരിക്കണം, അതാണല്ലോ മെയിൻ. എബൌട്ട് ടു വരിക, കം. അത് കഴിഞ്ഞിട്ട് കണ്ടോ നമ്മുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയല്ലോ. അത് കഴിഞ്ഞിട്ട് ഹിയർ, ഇവിടെ കഴിഞ്ഞു. അപ്പം എന്തായി? ഐ നോ യു ആർ എബൌട്ട് കം ഹിയർ, എനിക്കറിയാം നിങ്ങൾ ഇവിടെ വരാനിരിക്കുകയാണെന്നുള്ളത്. ഐ നോ യു ആർ എബൌട്ട് ടു ഗോ ദയർ, ഐ നോ യു ആർ എബൌട്ട് ടു ഗോ ടു ഹെർ. ഓക്കെ, ഇതുപോലെ ഒരുപാട് സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇനി നമുക്ക് പറയണം ഇതിൻ്റെ നെഗറ്റീവ് പറയണം. എങ്ങനെ? എനിക്കറിയാം നിങ്ങൾ ഇവിടെ വരാനിരിക്കില്ല, എനിക്കറിയാം നിങ്ങൾ ഇവിടെ വരാനിരിക്കുകയല്ല എന്നുള്ളത്. അപ്പോൾ പറയാം ഐ നോ യു ആർ നോട്ട്. നോട്ട് ചേർക്കണം, ഇവിടെ ചേർക്കണം. ഐ നോ യു ആർ നോട്ട് അബൌട്ട് ടു കം ഹിയർ. സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇനി ഇതിൻ്റെ ചോദ്യം ചോദിക്കണമെങ്കിലോ പറയാം. ചോദ്യം ചോദിക്കണമെങ്കിൽ ഐ നോ ആദ്യം ഒഴിവാക്കുക. ഇവിടെ ഈ ആറുണ്ടല്ലോ, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ. ആർ യു എന്തായി? ആർ യു അബൌട്ട് കം ഹിയർ? ചോദ്യം ചോദിക്കുമ്പോൾ ഒരു എക്സ്പ്രഷൻ അതുപോലെ ആയിരിക്കണം. ആർ യു അബൌട്ട് കം ഹിയർ? അല്ല, നിങ്ങൾ ഇവിടെ വരാനിരിക്കുകയാണോ? ഫോണിൽ. ഓക്കെ, ഫോണിൽ ചോദിക്കുക. അല്ല, നിങ്ങൾ ഇവിടെ വരാനിരിക്കുകയാണോ? ആർ യു അബൌട്ട് കം ഹിയർ? ഇനി അടുത്ത് നാലാമതാണ്, ഫോർത്ത് വൺ. ഇന്ന് വൈകുന്നേരം. കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, ഒന്ന് നോക്കിയാലോ. ഇവിടെ നമുക്കറിയാം ഇപ്പോൾ എന്ന് പറയുന്നതിന് നൗ എന്ന് പറയും അല്ലേ. രാവിലെ എന്ന് പറയുമ്പോൾ മോർണിംഗ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. രാവിലെ മോർണിംഗ് ആണ്, പക്ഷേ നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ മോർണിംഗ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇൻ ദ മോർണിംഗ്, ഈ ഒരു 3 വേർഡ് ഒരുമിച്ച് തന്നെ പറയണം. ഇൻ ദ മോർണിംഗ്, രാവിലെ. ഇന്ന് രാവിലെ എന്ന് പറയണമെങ്കിലോ അപ്പോൾ നമുക്ക് ഇൻ ദ ഒഴിവാക്കിയിട്ട് ദിസ് ചേർക്കാം. ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ. ഇനി നമുക്ക് പറയണം ഉച്ചക്ക്. ഉച്ചക്ക് എന്ന് പറയുമ്പോൾ ആഫ്റ്റർനൂൺ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇൻ ദ ആഫ്റ്റർനൂൺ എന്ന് പറയണം. ഇൻ ദ ആഫ്റ്റർനൂൺ, ഈ 3 വേർഡ് ഒരുമിച്ച് പറയണം. ഇന്ന് ഉച്ചക്കോ ദീസ് ആഫ്റ്റർനൂൺ. വൈകുന്നേരം ഇൻ ദ ഈവനിങ്. ഇൻ ദ ഈവനിങ് എന്ന് പറയണം, ഒരുമിച്ച് പറയണം. ഇനി ഇന്ന് വൈകുന്നേരം ദിസ് ഈവനിങ്, അല്ലെങ്കിൽ ടുഡേ ഈവനിങ് എന്ന് പറയാം. ടുഡേ ഈവനിങ് അല്ലെങ്കിൽ ദിസ് ഈവനിങ്. ഇനി രാത്രിയോ അറ്റ് നൈറ്റ് എന്ന് പറയാം. അറ്റ് നൈറ്റ് എന്നാണ് സാധാരണ പറയാം, അറ്റ് നൈറ്റ്. അപ്പോൾ ഇന്ന് രാത്രി എന്താ ടു നൈറ്റ് എന്ന് പറയും. ടുഡേ നൈറ്റ് എന്ന് പറയാം, പക്ഷെ അതിന് പകരം എന്ന് പറയാം ടു നൈറ്റ് എന്നാണ് ഒരു പ്രത്യേക വേർഡ് ഉണ്ടല്ലോ ടു നൈറ്റിന്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചാൽ മതി. ക്ലിയർ? ഓക്കെ, അപ്പോൾ ദിസ് നൈറ്റ്, ടുഡേ നൈറ്റ് എന്ന് പറയാതെ ടു നൈറ്റ് എന്ന് പറയാം. ഇനി നമുക്ക് അടുത്താണ്, മൂന്നാമതാണ്, അവൻ ഒരു പുതിയ ബിസിനസ് തുടങ്ങാനിരിക്കുകയാണ്. അവനൊരു പുതിയ ബിസിനസ് തുടങ്ങാനിരിക്കുകയാണ് പറയാം. അപ്പോൾ അവൻ, ഹി വന്നല്ലോ, ഹീൻ്റെ കൂടെ എല്ലാവർക്കും പറയാം ഈസ് ആണ് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് അബൌട്ട് ടു ഉണ്ടോ. അപ്പോൾ എന്തായി? ഈസ് അബൌട്ട് ടു തുടങ്ങുക, വെർബ് ഫസ്റ്റ് ഫോം സ്റ്റാർട്ട്. എന്ത് തുടങ്ങുക? ഒരു പുതിയ ബിസിനസ്, എ ന്യൂ ബിസിനസ്. കണ്ടോ, എ ന്യൂ ബിസിനസ്. ഓക്കെ, വീഡിയോ മുഴുവനായിട്ട് കാണണം, കാരണം ഇത് കഴിഞ്ഞിട്ട് വേറൊരു പേജും കൂടി ഉണ്ട്, വളരെ പ്രധാനപ്പെട്ടാണ് അത്. അപ്പോൾ എന്താ? ഹി ഈസ് അബൌട്ട് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. ഹി ഈസ് അബൌട്ട് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. ഇതിൻ്റെ നെഗറ്റീവ് വരാം, ഹി ഈസ് നോട്ട് അബൌട്ട് ടു സ്റ്റാർട്ട് എ ബിസിനസ്. ചോദ്യമാണെങ്കിലോ ഈസിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈസി അബൌട്ട് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. അവരൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണോ? ഇനി അഞ്ചാമതാണ്, നീ ഇപ്പോൾ അത് ചെയ്യാനിരിക്കുകയാണോ? ചോദ്യമാണ്. നീ ഇപ്പോൾ അത് ചെയ്യാനിരിക്കുകയാണോ? നീ എന്നെ കാണാനിരിക്കുകയാണോ? നീ ഇവിടെ വരാനിരിക്കുകയാണോ? പറയാം. അപ്പോൾ ആർ യു, ആർ ആദ്യം വരണം, ചോദ്യമല്ലേ. ആർ യു, ആർ യു, എന്നിട്ട് അബൌട്ട്. ആർ യു അബൌട്ട് ടു, ആർ യു അബൌട്ട് ടു ഡു, ചെയ്യുക, ഡു ഫസ്റ്റ് ഫോം. അത് ദാറ്റ്, അതെന്താ പറയും? ദാറ്റ് എന്ന് പറയും. അപ്പോൾ എന്തായി? ആർ യു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. ആർ യു അബൌട്ട് ടു ഡു ദാറ്റ്, ആർ യു അബൌട്ട് ടു ഡു ദാറ്റ്. നിങ്ങളത് ചെയ്യാനിരിക്കുകയാണോ? നിങ്ങളത് ചെയ്യാനിരിക്കുകയാണോ? ഇനി അടുത്താണ് സിക്സ്ത് വൺ, നമ്മൾ ആറാമതാണ്. ഇന്ന് ഉച്ചക്ക്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് എന്ന് പറയുമ്പോൾ ദിസ് ആഫ്റ്റർനൂൺ, ദിസ് ആഫ്റ്റർനൂൺ. ഉച്ചക്കാണെങ്കിലോ ഇൻ ദ ആഫ്റ്റർനൂൺ. ഇന്ന് ഉച്ചക്ക് ഞാൻ അവനെ കാണാനിരിക്കുകയാണ്. ഇന്ന് ഉച്ചക്ക് ഞാൻ അവനെ കാണാനിരിക്കുകയാണ്. ഞാൻ, അതിൻ്റെ കൂടെ ആം, അത് കഴിഞ്ഞിട്ട് അബൌട്ട് ടു ചേർത്തിരിക്കണം. ഫിക്സ്ഡ്.
about to. കാണുക, മീറ്റ്, കണ്ടോ? ഓക്കെ, കണ്ടുമുട്ടുക. ഓക്കെ, കണ്ടുമുട്ടുക. ഇനി ഐ ആം അബൌട്ട് ടു മീറ്റ് ഹിം. അവനെ, ഞാൻ അവനെ കാണാനിരിക്കുകയാണ്. എപ്പോഴാണ്? ഇന്ന് ഉച്ചക്ക്. ദീസ് ആഫ്റ്റർനൂൺ. കണ്ടോ? സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. ഇതിൻ്റെ നെഗറ്റീവോ? ഐ ആം നോട്ട്. ചോദ്യമാണെങ്കിലോ ആം ഇങ്ങോട്ട് കൊണ്ടുവരിക. എം ഐ. സിമ്പിളാണ്. ഇനി ഏഴാമതാണ്. എന്താണ് ഏഴാമത്? അവൾ സ്കൂളിൽ പോകാനിരിക്കുകയാണ്. ഷീ. കണ്ടോ? ഷീ ഈസ് about to go. പോകുക. ഷീ ഈസ് about to go. എവിടെ? ടു സ്കൂൾ. കണ്ടോ? ഇവിടെ 2 ടു വന്നു. അപ്പോൾ സംശയം, അല്ല സാറേ 2 ടു ഒക്കെ വരുമോ? 2, 3, 4 വരും. ഒന്നും വിഷയമല്ല. ഷീ ഈസ് about to go to school. ഷീ ഈസ് about to go to school. ഓക്കെ, എപ്പോഴാണ്? സ്കൂൾ പോയിരിക്കുകയാണ്. ടൈമില്ല, നോ പ്രോബ്ലം. ഇനി അടുത്താണ് എട്ടാമത്. ഓക്കെ, ഒരു കാര്യം ചെയ്തോളൂ. എട്ടാമത് നിങ്ങൾ എഴുതിക്കൊള്ളൂ. ഓക്കെ, നിങ്ങൾ എഴുതിയിട്ട് വെച്ചാൽ മതി. ഇനി അടുത്ത പേജ് നോക്കാം. ഇനി എങ്ങനെയാണ് നമ്മൾ, അടുത്ത പ്രധാനപ്പെട്ടാണ് ഇവിടെ. ഇനി നമുക്ക് ഇതിൻ്റെ പാസ്റ്റ് പറയണം. ഇങ്ങനെ പാസ്റ്റ്. ഞാൻ പറയുകയാണ് ഒരു എക്സാമ്പിൾ. നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു സുഹൃത്ത് വന്നു. ഓക്കെ, അപ്പം നിങ്ങൾ പറയാണ്, ഓ എന്തിനാ ഇവിടെ വന്നത്? ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ നിങ്ങളെ കാണാനിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ പോകാനിരിക്കുകയായിരുന്നു. പാസ്റ്റ്. ആ പാസ്റ്റ് എന്ന് പറയാം. ചെയ്യാനിരിക്കുകയാണെന്നല്ല, പാസ്റ്റാണ്. ചെയ്യാനിരിക്കുകയായിരുന്നു. അപ്പോൾ എന്ന് പറയണം, ഈസേമാറിൻ്റെ പാസ്റ്റ് ഫോം വാസ് വർ ചേർത്തിട്ട് അബൌട്ട്, ബാക്കി സെയിം ആണ്. അബൌട്ട് പ്ലസ് ഫസ്റ്റ് ഫോം അല്ലേ? നമുക്ക് ഉദാഹരണം നോക്കാം. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളെ കാണാനിരിക്കുകയായിരുന്നു. പക്ഷെ പറ്റിയില്ല. പറയാം, അതിൻ്റെ കൂടെ വാസ് ആണ് വേണ്ടത്. ഓക്കെ, വേർ ഉപയോഗിക്കരുത്, ഐ വാസ് എന്ന് ഉപയോഗിക്കണം. ഐ വാസ് അബൌട്ട് ടു മീറ്റ് യു. ഉണ്ടോ? നിങ്ങളല്ലേ? അതെ, നിങ്ങളെ. മീറ്റ് യു എപ്പോഴാണ്? ഇന്ന് രാവിലെ. ദീസ് മോർണിംഗ്. കണ്ടോ? അതെ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ കാണാതിരിക്കുകയായിരുന്നു. പക്ഷെ പറ്റിയില്ല. ഐ വാസ് അബൌട്ട് ടു മീറ്റ് യു ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ. ഇനി അടുത്താണ് രണ്ടാമത്. ഓക്കെ, ഇതിൻ്റെ നെഗറ്റീവ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നതാണ്. അടുത്താണ്, നിങ്ങൾ വന്നപ്പോൾ അവൻ സ്കൂളിൽ പോകാനിരിക്കുകയായിരുന്നു. എന്ന് പറയാം. അപ്പോൾ അവൻ സ്കൂളിൽ പോകാനിരിക്കുകയായിരുന്നു. അവൻ, ഹീ വാസ് ചേർക്കണം, സിംഗുലർ ആണ്. ഹി വാസ് അബൌട്ട് ടു ഗോ. പോകാനിരിക്കുകയായിരുന്നു. എവിടെ? ടു സ്കൂൾ. ഉണ്ടോ? ഇവിടെ സ്ഥലമായതുകൊണ്ട് നമ്മളിവിടെ ടു ചേർക്കണം. ഹി വാസ് അബൌട്ട് ടു ഗോ ടു സ്കൂൾ. എപ്പോൾ? നിങ്ങൾ വന്നപ്പോൾ പാസ്റ്റ് അല്ലേ? യു കെയിം, നിങ്ങൾ വന്നു. അവിടെ വെൻ ചേർത്താൽ വെൻ യു കെയിം, നിങ്ങൾ വന്നപ്പോഴായി അല്ലേ? യു കെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്നു. യു കെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്നു എന്നല്ലേ? കണ്ടോ? നിങ്ങൾ വന്നു. ഇവിടെ വെൻ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? ഉണ്ടോ? അപ്പോൾ എന്തായി? ഫുൾ സ്റ്റോപ്പ്. ഇതൊരു വലിയൊരു സെൻറ്റൻസ് ആയല്ലോ. ഹി വാസ് അബൌട്ട് ടു ഗോ ടു സ്കൂൾ വെൻ യു കെയിം. നിങ്ങൾ വന്നപ്പോൾ അവൻ സ്കൂളിൽ പോകാതിരിക്കുകയായിരുന്നു. ഇനി വേണമെങ്കിൽ ഈ വെൻ യു കെയിം ആദ്യം എഴുതാം. അങ്ങനെ വെൻ യു കെയിം നിങ്ങൾ വന്നപ്പോൾ ഹി വാസ് അബൌട്ട് ടു ഗോ ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോകാതിരിക്കുകയായിരുന്നു. വളരെ സിമ്പിൾ. ഇതുപോലെ ഒരു 4-5 സെൻറ്റൻസ് ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴാണ് പെർഫെക്ഷൻ വരിക. പെർഫെക്ഷൻ. ഇനി അടുത്താണ്, ഇന്നലെ ഞാൻ അവനെ കാണാനിരിക്കുകയായിരുന്നു. ഇന്നലെ പറ്റിയില്ല. ഞാൻ ഐ വാസ് അബൌട്ട് ടു മീറ്റ് ഹിം. അവനെ അല്ലേ? മീറ്റ് ഹിം, അവനെയാണ്. മീറ്റ് ഹിം. നമ്മുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. ഇനി അതിനുശേഷം എക്സ്ട്രാ വേർഡ് ഇന്നലെ, അത് ലാസ്റ്റ് ചേർത്താൽ മതി. യെസ്റ്റർഡേ. കണ്ടോ? യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ അവനെ കാണാനിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് എഴുതാം. എങ്ങനെ? ഐ വാസ് നോട്ട് അബൌട്ട് ടു മീറ്റ് ഹിം യെസ്റ്റർഡേ. ഓക്കെ, ഇനി അടുത്താണ് നമ്മുടെ 4ാമത്തെ പാസ്റ്റിന്.
നിങ്ങൾ ഇവിടെ വന്നപ്പോൾ കണ്ടോ, നിങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഒരു സിനിമക്ക് പോകാനിരിക്കുകയായിരുന്നു. പാസ്റ്റ് ആണല്ലോ. അതെ. അപ്പോൾ ആദ്യം എന്ത് ചെയ്തുണ്ട്, നിങ്ങൾ ഇവിടെ വന്നപ്പോൾ എഴുതണോ? ഇത് നമുക്ക് ഫസ്റ്റ് എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് എഴുതാവുന്നതാണ്. നമുക്ക് ആദ്യം ഫസ്റ്റ് എഴുതി നോക്കാം. നിങ്ങൾ ഇവിടെ വന്നപ്പോൾ, നിങ്ങൾ ഇവിടെ വന്നപ്പോൾ, നിങ്ങൾ വന്നു. യു കെയിം അല്ലേ, യു കെയിം, യു കെയിം, നിങ്ങൾ വന്നു. യു കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്നു എന്നല്ലേ. ഇതിൻ്റെ മുന്നേ ഒരു വെൻ ചേർത്ത് കഴിഞ്ഞാൽ അപ്പം എന്തായി? വെൻ യു കെയിം, നിങ്ങൾ വന്നപ്പോൾ, നിങ്ങൾ വന്നപ്പോൾ. ഇവിടെ നിന്നുണ്ടോ? ഇവിടെ നിന്നുണ്ട്. അപ്പോൾ ഹിയർ ചേർക്കാം. കണ്ടോ, യു കെയിം ഹിയർ, നിങ്ങളിവിടെ വന്നു. അതിന് മുന്നേ വെൻ ചേർത്താലോ, വെൻ യു കെയിം ഹിയർ, നിങ്ങളിവിടെ വന്നപ്പോൾ നായി, നിങ്ങളിവിടെ വന്നപ്പോൾ നായി. അപ്പം ഞങ്ങൾ വി വേർ, പാസ്റ്റ് ആണ്. വി വേർ, വി വേർ അബൌട്ട് ടു, വി വേർ അബൌട്ട് ടു, പോകാനിരിക്കല്ലേ, ഗോ. വി വേർ അബൌട്ട് ടു ഗോ, എവിടെ? ടു മൂവി. വി വേർ അബൌട്ട് ടു ഗോ ടു എ മൂവി, എ മൂവി. എപ്പോഴാണ്? ഇന്നലെ ഉണ്ടോ? ഇല്ല. ശരിയല്ല, നോ പ്രോബ്ലം, കഴിഞ്ഞു. When you came here, we were about to go to a movie. നിങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾ ഒരു മൂവിക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. സിമ്പിളാണ്, കണ്ടോ. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് ഏതാ? അങ്ങനെ വെൻ യു കെയിം ഹിയർ വി വേർ നോട്ട് അബൌട്ട് ടു ഗോ ടു എ മൂവി. ഇനി അടുത്ത് നോക്കാം. സിമ്പിൾ അല്ലേ? അഞ്ചാമതാണ് അവൻ കഴിഞ്ഞ ആഴ്ച. അവൻ കഴിഞ്ഞ ആഴ്ച എന്ന് പറയാം. ആഴ്ച വീക്ക് അല്ലേ, വീക്ക് എന്നല്ല പറയാം. കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ മാസം ലാസ്റ്റ് മന്ത്. സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച, അവൻ കഴിഞ്ഞ ആഴ്ച ഒരു ബിസിനസ് ആരംഭിക്കാൻ ആരംഭിക്കാൻ ഇരിക്കുകയായിരുന്നു എന്നർത്ഥം. ഓക്കെ. അപ്പോൾ പറയാം അവൻ, ഹി വാസ് about ടു ആരംഭിക്കുക, തുടങ്ങുക. സ്റ്റാർട്ട്, ഫസ്റ്റ് ഫോം സ്റ്റാർട്ട്. കണ്ടോ, ഹി വാസ് about ടു സ്റ്റാർട്ട് a new business ലാസ്റ്റ്. കണ്ടോ, ലാസ്റ്റ് വീക്ക്. ഇതൊക്കെ ലാസ്റ്റ് ചെയ്താൽ കേട്ടോ. ഈ ലാസ്റ്റ് വീക്ക് എന്താ? ഇത് ആഡ്വർബ് ഓഫ് ടൈമാണ്. ടൈമൊക്കെ ലാസ്റ്റ് കാണിച്ചാൽ മതി. എനിക്ക് ലാസ്റ്റ് കാണിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കാം. ഇത് സ്റ്റാർട്ടിങ്ങിലും എഴുതാവുന്നതാണ്. എങ്ങനെ? ലാസ്റ്റ് വീക്ക് ഹി വാസ് about ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്, അങ്ങനെയും പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പറയാം. He was about to start a new business last week. ഇങ്ങനെയാണ് സാധാരണ നോർമലായിട്ട് പറയാറ്. അങ്ങനെയും പറയാൻ കുഴപ്പമില്ല. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 2-3 സെൻറ്റൻസ് എഴുതിയിട്ട് കമൻറ്റ് ബോക്സിൽ അയക്കുക. കാരണം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പെർഫെക്ഷൻ വരും അല്ലേ. പെർഫെക്ഷൻ പ്രാക്ടീസിലൂടെയാണ് വരും. അപ്പോൾ അതുകൊണ്ട് 2-3-4-5 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് അയക്കുക. ഞാൻ ചെക്ക് ചെയ്തോളാം. ഓക്കെ.